മുനിസിപ്പാലിറ്റി ഉപാധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ മുജേഷ് ശാസ്ത്രി ചെയർപേഴ്സന്റെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പയ്യോളി മുനിസിപ്പൽ കൗൺസിലിലെ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയി മുജേഷ് ശാസ്ത്രി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. Deputy Leader Kavivathyangal
പയ്യോളി നഗരസഭയിലെ ഈ വിജയം പയ്യോളി നഗരസഭയിലെ സാധാരണക്കാരായ ആളുകൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയ ഈ വിജയമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരണസമിതി പയ്യോളി നഗരസഭയിൽ നടപ്പാക്കിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ജനം നൽകിയ അംഗീകാരമാണ്. ജനവിധി പൂർണ്ണമായി അംഗീകരിക്കുന്നു. ആ ജനവിധിയിൽ ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എക്കാലവും ഹൃദയത്തിൽ സൂക്ഷിക്കും. സാധാരണ ജനങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും വികസനവും ലഭ്യമാക്കുന്ന രീതിയിൽ ഏറ്റവും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവയ്ക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ നടപടികളും പ്രവർത്തനങ്ങളുമായിട്ട് UDF ഭരണസമിതി മുന്നോട്ട് പോകും. ഈ ഭരണസമിതി എന്ത് തീരുമാനമെടുക്കുമ്പോഴും ആ തീരുമാനത്തിൽ ഏറ്റവും സാധാരണക്കാരൻ്റെ, ഏറ്റവും സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവൻ്റെ, ആ വേദന അനുഭവിക്കുന്നതിൻ്റെ അവരുടെ മനസ്സ് കണ്ടുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളും നിലപാടുകളുമായിരിക്കും ഐക്യജനാധിപത്യം ഉണ്ടാവുക എന്ന് സന്ദർഭമായി സൂചിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ വികസന പ്രവർത്തനങ്ങൾ, പുതിയൊരു വികസന സംസ്കാരത്തിലേക്ക്, വികസനത്തിൽ വിവേചനമില്ലാത്ത വികസനത്തിലേക്ക് പയ്യോളിയെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ചരിത്രപരമായ ഉത്തരവാദിത്വം. നമുക്കറിയാം, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നഗരസഭയിൽ നിന്ന് വ്യത്യസ്തമായി പയ്യോളി അതിൻ്റെ ശൈശവ ദിശ പിന്നിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നതാണ്. സാമ്പത്തികമായി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വടകര മുനിസിപ്പാലിറ്റിയും കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ടുകളും മറ്റ് സാമ്പത്തിക സ്രോതസ്സൊക്കെ തന്നെ കുറവാണ്. പക്ഷേ ആ പരിമിതിയിൽ നിന്നുകൊണ്ട്, ആ പരിമിതിയെ മറികടന്നുകൊണ്ട് ജനക്ഷേമകരമായ ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾക്ക്, ജനപക്ഷ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. അതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വികസനത്തിൽ രാഷ്ട്രീയമില്ല, അതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ വികസനത്തിന് നാടിനെ ഒപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട്, നാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് 13-ാം തീയതി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാടിന്റെ വികസനത്തിനും ക്ഷേമത്തിനും നാനാവിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ്.